നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിന്നുള്ള അടുക്കള വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് തുടങ്ങിയവയെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് നിങ്ങളീ കാണുന്നത്. അത് വളരെ ലളിതമായൊരു സംവിധാനമാണ്. നിങ്ങൾക്ക് സംഭവം എന്താണെന്നൊക്കെ ഏകദേശം പിടികിട്ടി കാണും. ഇവളാണ് നമ്മുടെ താരം. അതായത് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ, BSF എന്നറിയപ്പെടുന്ന ഈ പ്രാണി. മനുഷ്യന് യാതൊരു അപകടവും ഇല്ലാത്ത, മനുഷ്യൻ്റെ ഭക്ഷണങ്ങളിൽ വന്നിരിക്കാത്ത, യാതൊരു തരത്തിലുള്ള രോഗങ്ങളും പരത്താത്ത ഇവരെ കൊണ്ട് നമുക്ക് ഉപകാരങ്ങൾ മാത്രമേ ഉള്ളെന്നാണ് നിലവിൽ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഫുഡ് വേസ്റ്റ് അഥവാ ഇതിൻ്റെ ലാർവകൾക്ക് തിന്നാൻ പറ്റുന്ന അഴുകിയ സാധനങ്ങളൊക്കെ ഉള്ളിടത്ത് വന്ന് മുട്ടയിടുകയും അവിടെ ആ മുട്ട ഹാച്ചായിട്ട് അതിൻ്റെ ലാർവകൾ അത് തിന്ന് വളരുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇതിൻ്റെ ജീവിത രീതി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ വെള്ള നിറത്തിൽ കാണുന്ന ഈ ഓടിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ഈ വെള്ള നിറത്തിൽ കാണുന്നത് ഇവരുടെ മുട്ടകളാണ്. ഏകദേശം 5 ദിവസത്തോളമാണ് ഇവരുടെ മുട്ടകൾ വിരിയാൻ വേണ്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത്. മേളി പൊട്ടുപോലെ കണ്ടത് മുട്ട വിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പുഴുക്കൾ പോകുന്നതാണ്. ഈ കാണുന്ന നല്ല വെള്ള കളറ് ഫ്രഷ് ആയിട്ടുള്ള മുട്ടയാണ്. ഈ അടുത്തിടയ്ക്ക് ഇന്നൊക്കെ ആയിട്ട് ഇട്ട മുട്ട. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏകദേശം കഴിഞ്ഞ ഒന്നൊന്നര 2 മാസത്തോളം വീട്ടിൽ നിന്നുള്ള അടുക്കള വേസ്റ്റുകളാണ്. അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകൾ മാത്രം, വേറെ ഒന്നുമില്ല. കരിയിലോ ചപ്പുചവറൊന്നുമില്ല. അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകൾ, പച്ചക്കറി വേസ്റ്റ്, പഴത്തൊലി തുടങ്ങിയ സാധനങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് പുഴു കിടന്ന് ഞൊളയുന്നത് കാണാം. അപ്പോൾ ഈ വേസ്റ്റുകൾ നമ്മൾ എടുത്ത് വലിച്ചെറിയുന്നതിനോ അല്ലെങ്കിൽ ചുമ്മാ റോഡിലോട്ട് എറിയുന്നതിന് പകരം ഇതേണക്കുള്ള ഡ്രമ്മിലിട്ട് വെച്ചാൽ വീട്ടിൽ കോഴിയോ അല്ലെങ്കിൽ മത്സ്യങ്ങളോ താറാവോ ഒക്കെ ഉള്ള ആളുകൾക്ക് അതിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ BSF ലാർവ അഥവാ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈയുടെ ലാർവ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ വേർതിരിക്കുന്ന, എൻ്റെ വീട്ടിൽ കുറച്ച് കോഴികൾക്ക് കൊടുക്കാനായിട്ട് ഇതിനെ വേർതിരിക്കുന്ന ഒരു സംവിധാനമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം അതിനെ ആ വേസ്റ്റോട് കൂടി തന്നെ എടുത്തിട്ട് ഒരു ചെറിയ നെറ്റിനകത്ത് ഇട്ട് വെക്കും. അതിൻ്റെ അടിയിൽ ഞാനൊരു പഴയ മുറമൊക്കെ വെച്ചിട്ടുള്ളൂ. ഇത് വലിയ സെറ്റപ്പൊന്നുമില്ല, വീട്ടിൽ നിന്ന് മാത്രം കിട്ടിയ ആക്രി സ്ക്രാപ്പ് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം ഏകദേശം ഒരു വളർച്ച ഏകദേശം ആയ ഒരു ലാർവകളാണ് നമുക്കിതിനകത്ത് നിന്നുള്ളത്. അപ്പം ഇത് കൊണ്ടുവന്ന് നമ്മൾ ഈ നെറ്റിൻ്റെ മണ്ട ഇടുകയും ഈ നെറ്റിനകത്ത് നിന്ന് ഈ ലാർവ എന്തോ ചെയ്യും, ഈ വേസ്റ്റിൻ്റെ അടിയിലോട്ട് ഏറ്റവും അടിത്തട്ടിലേക്ക് പോകാനാണ് അവർ ശ്രമിക്കുന്നത്. കൂടുതൽ വെട്ടം അടിക്കുമ്പം അല്ലെങ്കിൽ അതിന് ഇഷ്ടമില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ വരുമ്പോൾ ഇത് കൂടുതൽ അടിയിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഈ വേസ്റ്റോട് കൂടി ഈ ലാർവയെ എടുത്ത് ഈ നെറ്റിൻ്റെ മണ്ടയിലോട്ട് ഇടുമ്പോൾ ഇവരെന്തോ ചെയ്ത് ഈ നെറ്റിൻ്റെ ഇഴകൾക്കിടയിലൂടെ ഞൂർന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അതിന് അടിയിൽ വെച്ചേക്കുന്ന ഒരു മുറത്തിൽ അല്ലെങ്കിൽ വേറെ സജ്ജീകരണം പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ അതിനെ വളരെ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന പോലെ ലാർവകൾ ഓരോന്നായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞൂർന്ന് തറയിലോട്ട് വീഴും. അപ്പോൾ അവിടെ ഒരു പാത്രം വെച്ചേക്കുന്നതാണ് കൃത്യമായിട്ട് അതിനെല്ലാം നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയും വേസ്റ്റിൽ നിന്ന്. വളരെ ചെറിയ രീതിയിലാണ് നമ്മളിവിടെ, അല്ലെങ്കിൽ വളരെ മിനിമലായിട്ടുള്ള രീതികൾ, സൗകര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമുക്ക് ഏകദേശം ഇത്രത്തോളം ലാർവകളാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ദിവസത്തേക്കൊക്കെ കോഴി കൊടുക്കുക ഇത് തന്നെ ധാരാളമാണ്. അതിൻ്റെ ഇടയിൽ കുറേയൊക്കെ ചാടി തറയിൽ വീണിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ തറയിൽ കിടക്കുന്നുണ്ട്. നേരെ മറിച്ച് പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിലും വലിയ വലിയ ഫാമുകളിലും കൃഷിയായിട്ട് തന്നെ ഇത് BSF ലാർവ ഫാമിംഗ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇതിന് കിലോ 99, 100, 90 രൂപയ്ക്കൊക്കെ ആളുകൾ മേടിക്കുന്നുമുണ്ട്. അപ്പം നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് കളക്ട് ചെയ്ത ലാർവയെ ഞങ്ങളുടെ പറമ്പിലുള്ളൊരു പൈപ്പിൽ കൊണ്ടുപോയിട്ട് ഒരു അരിപ്പ പോലത്തെ ഒരു സംവിധാനത്തിലിട്ട് കഴുകിയെടുത്തിട്ടാണ് ഞാൻ കോഴികൾക്ക് കൊടുക്കുന്നത്. അത് കഴുകിയില്ലെങ്കിൽ അത് തിന്നൊന്നും പറഞ്ഞതിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ അത് കൂടിനകത്ത് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ആ സ്മെല്ലൊന്നും ഉണ്ടാവാതിരിക്കാൻ ഒന്ന് കഴുകി കൊടുക്കും. അതേപോലെ ഒരു അരിപ്പയ്ക്കകത്തിട്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകിയാൽ തന്നെ അതിൻ്റെ മുഴുവൻ അഴുക്കും പോയിട്ട് നല്ല വെളുത്ത നിറത്തിൽ വരും. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പ്യൂപ്പ സ്റ്റേജിനോട് അടുത്തുള്ളൊരു സ്റ്റേജാണ്. ഇത് വളരെ ചെറിയ പുഴു പിന്നീട് ഈ വേസ്റ്റ് നിന്ന് വളർന്ന് ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തും. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ കറുത്ത് പ്യൂപ്പ ഘട്ടത്തിലേക്ക് എത്തും. ഈ ഒരു ഘട്ടത്തിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ദേഹം മൊത്തം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഘടകങ്ങളായിരിക്കും. അപ്പം ഈ കഴുകിയെടുത്ത വെള്ളം ഞാൻ വേസ്റ്റായിട്ട് കളയാറില്ല. അതും അവിടെ നമ്മൾ കുറച്ച് കോവയ്ക്ക നട്ട് വെച്ചതിനെ പറ്റി മുമ്പ് ഒരു റീലും വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പം ആ കോവയ്ക്കൊക്കെ വളമായിട്ട് നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് കഴുകിയ വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, അടുക്കള വേസ്റ്റിനെ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ കോഴിയോ താറാവോ വളർത്തുന്ന ആളുകൾക്ക് അതിനുള്ള ഫുഡും കാശ് അത്യാവശ്യം ചിലവ് ചുരുക്കിയുള്ള ഫുഡും ആക്കാൻ പറ്റും. ഈ അധികം വരുന്ന ഈ ലാർവ തിന്നിട്ട് ബാക്കി വരുന്ന വേസ്റ്റിനെ നമുക്ക് അത്യാവശ്യം ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസർ വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ
ഞാൻ കഴിവെടുത്ത ലാർവകളെ ഞാൻ കൊടുക്കുന്നത് എൻ്റെ ഈ കൂട്ടിൽ കിടക്കുന്ന കുറച്ച് കോഴികൾക്കാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ഇട്ടിരുന്നു, ഈ കോഴിക്കൂട് ഒന്ന് വൃത്തിയാക്കി എടുത്തതൊക്കെ. അപ്പോൾ നിലവിൽ ഇപ്പോൾ കുറച്ച് നമ്മുടെ അമേരിക്കൻ ബ്രഹ്മ എന്ന് പറയുന്ന ഫാൻസി കോഴികളാണ് നിലവിലുള്ളത്. ഇതിന് മുമ്പുണ്ടായിരുന്നതിനെയൊക്കെ നമ്മൾ പ്രത്യേക സാഹചര്യത്തിൽ കൊടുത്ത് ഒഴിവാക്കി. ഇപ്പം നിലവിലാകെ ഒരു 6-7 എണ്ണം ഈ അമേരിക്കൻ ബ്രഹ്മയാണുള്ളത്. അപ്പോൾ ഇത് ഒരു 2 മാസത്തേക്ക് അടുത്ത് പ്രായമാകുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവർക്കാണ് ഞാൻ ഇതിൻ്റെ ഈ BSF ലാർവ കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. ഇവർ കൊണ്ടുവന്ന സമയത്ത് തൂവലൊന്നും ഇല്ലാതെ വന്നവരാണെങ്കിൽ ഇപ്പം നല്ല പോലെ അവരുടെ ഫെദറൊക്കെ വന്ന് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അത് ഈ BSF ലാർവ കൊടുത്തതിൻ്റെയും കൂടെ ഗുണമാണ്. നമ്മൾ ദിവസം ഒരു 1-2 ദിവസം ഇടവിട്ടായിരിക്കും കൊടുക്കുന്നത്. കാരണം നമുക്ക് എല്ലാ ദിവസവും കൊടുക്കാനുള്ള ക്വാണ്ടിറ്റിയിലൊന്നും അവിടെ ഇല്ല. സാധാ കൊടുക്കുന്ന ഫുഡിനോടൊപ്പം 2 ദിവസത്തിലോ 1 ദിവസത്തിലോ നമ്മൾ ഈ BSF ലാർവയെ വേർതിരിച്ചെടുത്തുകൊണ്ട് വന്ന് ഇവർക്ക് കൊടുക്കും. അതിൻ്റേതായ വളർച്ച അവരിൽ കാണാനുണ്ട്. പിന്നെ നമ്മൾ ഈ കോഴികൾ നമ്മൾ എല്ലാ ദിവസവും കൂട്ടിൽ മാത്രം ഇട്ടേക്കുന്നതൊന്നുമല്ല. നമ്മൾ വൈകുന്നേരങ്ങളിൽ 1 മണിക്കൂറോളം ഇതിനെ തുറന്നു വിട്ട് പച്ചപ്പുല്ല് തിന്നാൻ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് കുറച്ച് കോഴികളെ വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ മാലിന്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്മെല്ലുണ്ടാകത്തില്ല എന്നുള്ളത് ഈ BSF ലാർവ ഉൽപ്പാദിപ്പിക്കുന്നതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഗുണമാണ്. നമ്മൾ അമിതമായിട്ട് ജലാംശം ഇല്ലാതെ ഒരു മീഡിയം ലെവലിൽ ഒരു ചെറിയൊരു നനവോടുകൂടിയൊക്കെയാണ് ഇതിന് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ വലിയ സ്മെല്ലുണ്ടാകത്തില്ല. നമ്മുടെ അടുക്കള വേസ്റ്റിനൊരു പരിഹാരമാവും. അത് കൊടുത്ത് നമുക്ക് ഇതുപോലെ കോഴികളെയൊക്കെ വളർത്തിയെടുക്കാനും പറ്റും. ഇപ്പം മുട്ടക്കോഴിയെ കൊടുക്കുന്നെങ്കിൽ അതിന് മുട്ടയ്ക്കകത്ത് ആ ഒരു ഗുണം വരും. നല്ല വലിപ്പമുള്ള ദിവസം മുട്ട കിട്ടുന്ന സാഹചര്യം വരും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക.